വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്, ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. തുവ്വൂരിൽ ഹൈവേ എൻട്രി നിഷേധം, ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തുവ്വൂരിൽ നിന്നും നേരിട്ട് പ്രവേശനം അനുവദിക്കണമെന്നും ഇടമുറിയാത്ത സർവീസ് റോഡുകൾ വേണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാരും വ്യാപാരികളും നടത്തുന്ന സമരം ശക്തമായി തുടരുന്നു. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ നിന്ന് ഹൈവേയിലേക്ക് എൻട്രി അനുവദിക്കാത്തത് ജനജീവനത്തെ ദുരിതത്തിലാക്കുമെന്നും തുവ്വൂർ വികസന കാര്യത്തിൽ വളരെ പിന്നോക്കം ആവുമെന്നും പ്രതിഷേധക്കാർ പറയുന്നു. നിർദ്ദിഷ്ട പാതയിൽ ഏറ്റവും അധികം സ്ഥലങ്ങളും വീടുകളും മറ്റും നഷ്ടപ്പെട്ടത് തുവ്വൂരിലാണ്. ഹൈവേ തുവ്വൂരിനെ രണ്ടാക്കി മാറ്റും. എന്നിട്ടും തുവ്വൂരിന് എൻട്രി നൽകിയില്ല എന്നത് പ്രതിഷേധാർഹമാണ്. നിർദ്ദിഷ്ട പാതയിലെ നിലവിലെ എൻട്രികൾക്ക് പുറമെ സ്റ്റേറ്റ് ഹൈവേ 39ലേക്കും എൻട്രി എക്സിസ്റ്റ് അനുവദിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരും വ്യാപാരികളും ഉന്നയിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇടപെടാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് AP അനിൽകുമാർ MLA കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് നിവേദനവും സമർപ്പിച്ചിരുന്നു. PV അബ്ദുൽ വഹാബ് MP, ET മുഹമ്മദ് ബഷീർ MP, ഹാരിസ് ബീരാൻ MP, PP സുനീർ MP എന്നിവരെ നേരിട്ട് കണ്ടും നാട്ടുകാർ നിവേദനം നൽകിയിരുന്നു. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും BJP നേതാവ് ശോഭാ സുരേന്ദ്രനും നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജനകീയ സമിതി 10,000-ഓളം പേരുടെ ഒപ്പ് ശേഖരിച്ച് ഭീമഹർജി അധികാരികൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കുന്നതിനായി സമരസമിതിയും വ്യാപാരികളും ജനുവരി 21-ന് മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും നേരിട്ട് കണ്ട് ചർച്ച നടത്തും. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. എൻട്രി വിഷയത്തിൽ ന്യായമായ പരിഹാരം കാണുന്നില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾ ഇവിടെയുള്ള കർഷകരും ഇവിടെയുള്ള ജനപ്രതിനിധികളും വ്യാപാരികളും എല്ലാവരും ചേർന്നുകൊണ്ട് കഴിയാവുന്ന രീതിയിൽ MP-മാരെയും MLA-മാരെയും വിവിധ ജനപ്രതിനിധികളെയും കണ്ടിട്ട് ഇതിനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങളൊരു സമരം, ഇതിന്റെ പ്രതിഷേധം ദിവസങ്ങളായി രാവെന്നോ പകലെന്നോ മാറ്റമില്ലാതെ ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 21-ാം തീയതി ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ട്. ഇതിലെല്ലാം ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ഇതിലെല്ലാം മറിച്ചുള്ള ഒരു തീരുമാനമാണ് വരുന്നതെങ്കിൽ തുവ്വൂരിനെ സ്തംഭിപ്പിച്ചുകൊണ്ട് കടകൾ അടച്ചുകൊണ്ടും ഇവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി ഇത് നേടിയെടുക്കും വരെ പ്രതിഷേധം നടത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രതിഷേധത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ വ്യാപാരികളും കടയടച്ച് സമരസമിതിയോടൊപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് ഉപരോധിക്കും.